പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. ഏവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ ഈ ദൂതുകൾ കേൾക്കുവാനുള്ള സമയവും സാവകാശം എടുത്ത് വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മെ സഹായിക്കുന്ന ദൈവാത്മാവിന്റെ ഈ പഠന ശാഖ തിരുസന്നിധി എന്നുള്ള ഈ ശുശ്രൂഷ ഏവർക്കും വീണ്ടും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദയവായി മറ്റുള്ള സ്നേഹിതരോട്, മറ്റുള്ള ഗ്രൂപ്പുകളിൽ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എപ്രകാരം ഷെയർ ചെയ്യാൻ കഴിയുമോ ഈ സന്ദേശങ്ങൾ മറ്റുള്ളവർ കേൾക്കട്ടെ, ആത്മീയ വർധന ഉണ്ടാകട്ടെ, പുതിയ നിയമസത്യങ്ങൾ ജനം അറിയട്ടെ, കർത്താവിനെ കൂടുതൽ അറിയുവാൻ, ആഴത്തിൽ അറിയുവാൻ. അപ്പോൾ തന്നെ കർത്താവിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു തലമുറ, കർത്താവിനെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിയാത്ത, നമ്മുടെ സ്നേഹം യേശുവിനോട് മാത്രമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുവാൻ, ക്രിസ്തുയേശുവിനെ അല്ലാതെ മറ്റൊന്നും സ്നേഹിക്കുവാൻ വെമ്പൽ കൊള്ളാത്ത, പരക്കം പായാത്ത, അല്ലെങ്കിൽ അതിനോടൊന്നും താല്പര്യം തോന്നാത്ത, യേശുവിനോട് മാത്രം നിൽക്കുന്ന ഒരു സമൂഹം നമ്മുടെ തലമുറയിലുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു ശേഷിപ്പിന്റെ ദൂതാണിത്. ഒരു ഉൾപ്രാവണ തലമുറയ്ക്ക് വേണ്ടിയുള്ള വിശുദ്ധ നിയോഗങ്ങളാണ് ഈ ശുശ്രൂഷയിൽ പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഈ ദൂതുകൾ പ്രാർത്ഥനയോടെ കൈക്കൊള്ളുന്നുവെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നാം ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്ന വിശുദ്ധീകരണമാണ്. പലപ്പോഴും വിശുദ്ധീകരണം പുറമേയുള്ള ബാഹ്യ അടയാളങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തുന്ന ഒന്നല്ല വിശുദ്ധീകരണം എന്നുള്ളത്. അത് കർത്താവ് നൽകുന്ന വിശുദ്ധിയാണ്. വിശുദ്ധി എന്നുള്ള ദൈവത്തിന്റെ സ്വഭാവമാണ്. യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. വിശുദ്ധീകരണത്തോടുള്ള നമ്മുടെ മനോഭാവം, അതിന് മാറ്റമാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ എൻ്റെ പ്രവൃത്തിവശങ്ങൾ, എൻ്റെ ജീവിതശൈലികൾ, അവിടെ ഉണ്ടാകുന്ന കേവലം ബാഹ്യമായ എന്തെങ്കിലും കാര്യങ്ങളുടെ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള എൻ്റെ തീരുമാനങ്ങളോ അല്ല. അതിനേക്കാളൊക്കെ ഉപരി ക്രിസ്തു നിങ്ങളിലൂടെ വെളിപ്പെട്ട് നിങ്ങളുടെ ആത്മാവിൽ കർത്താവ് ചെയ്യുന്ന സമൂലമായ പരിവർത്തനങ്ങൾ, രൂപാന്തരങ്ങൾ, അതിൽ കൂടിയൊക്കെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറത്തു വരുന്നു. ആത്മീയമായ ജീവിതം നിങ്ങൾക്കുളവാകുന്നു. പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്കുളവായി വരുന്നു. അവിടെ ദൈവാത്മാവിന്റെ നടത്തിപ്പ് നിങ്ങൾക്കുണ്ടാകുന്നു. ആത്മാവിനെ നിങ്ങൾ അനുസരിക്കുന്നു. ആത്മാവിന്റെ ഫലം നിങ്ങളിൽ നിന്ന് സ്വാഭാവികമായി പുറത്തു വരുന്നു. നിങ്ങൾ അതിനെ തീരുമാനം കൊണ്ടോ, പ്രയത്നം കൊണ്ടോ, പ്രവൃത്തി കൊണ്ടോ, ശൈലി മാറ്റം കൊണ്ടോ അല്ല, സ്വഭാവത്തിൽ കൂടി വിശുദ്ധി സംജാതമാകുന്നു. നാം പലപ്പോഴും തീരുമാനമെടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നാം ശ്രമിക്കുന്നവരാണ്. തീരുമാനങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ തീരുമാനമെടുത്ത ഒരു ജഡത്തിനും ക്രിസ്തുവിനെ പൂർണ്ണമായി, പൂർണ്ണ അളവിൽ, പൗലോസിന്റെ ഭാഷയെ പറഞ്ഞ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവത്തിന് വേണ്ടി ഒരിക്കലും ജഡം നമ്മെ അനുവദിക്കത്തില്ല. ദേഹി എപ്പോഴും അതിന് വിരോധമായിരിക്കും. കാരണം ദേഹിയുടെ താല്പര്യം ലൗകികമാണ്, മാനുഷികമാണ്. കാരണം ഒത്തിരി മാനസിക മണ്ഡലത്തിൽ മനസ്സ്, പല ചിന്തകൾ, വിചാരങ്ങൾ, വൈകാരിക തലങ്ങൾ, അതൊക്കെ മനസ്സിനുമായി ബന്ധപ്പെട്ട് ആഗ്രഹങ്ങള്, അഭിലാഷങ്ങള്, ഇച്ഛകള്, താല്പര്യങ്ങള്, നാം ആകർഷിക്കപ്പെടുന്ന പല മേഖലകളൊക്കെ ദേഹി ഒത്തിരി കാംക്ഷിക്കുന്നതാണ്. ആത്മാവിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആത്മാവ് എപ്പോഴും ദൈവത്തിലുള്ളത്, ആത്മീകമായത്, ദൈവികമായത്, അതിനോടെപ്പോഴും ആത്മാവിനോട് ബന്ധപ്പെടുന്നു. ആത്മാവ് താനും ആത്മാവോട് സംസാരിക്കുന്നു എന്ന് വചനത്തിൽ വായിക്കും. അത് ആത്മീകന്മാർക്ക് തിരിച്ചറിയാൻ, വിവേചിക്കാൻ കഴിയും. ഒരിക്കലും ജഡീകന്മാർക്കോ പ്രാകൃതന്മാർക്കോ ലൗകികമായ ജീവിത അനുഭവങ്ങളിൽ തുടരുന്നവർക്കൊന്നും ആത്മാവിന്റെ ഭാഷ, ആ വചനം, ആ ദൂത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. ഇവിടെയും വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മളിൽ കൂടി കർത്താവ് ചെയ്യുന്ന വലിയ പ്രവൃത്തിയാണ്. അതിന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. തീരുമാനം കൊണ്ട് രക്ഷപ്പെടാനാണെങ്കിൽ ശീമോൻ പത്രോസിനെ തെറ്റ് ചെയ്യേണ്ടി വരികയില്ലായിരുന്നു. പത്രോസ് പറഞ്ഞ കാര്യം, കർത്താവേ, അങ്ങയോടുകൂടെ ക്രൂശിക്കപ്പെടുവാൻ ഞാനുണ്ട്, കൂടെ വരിക്കാൻ ഞാനുണ്ട്, തടവിലാകുവാൻ ഞാനുണ്ട്, ഇനിയും ക്രൂശ് ചുമക്കുവാനാണെങ്കിൽ ഞാനുണ്ട്, അങ്ങയ്ക്ക് വേണ്ടി എന്തായി തീരാനും ഞാൻ റെഡിയാണ്. ഒരു ഘട്ടത്തിൽ താൻ പറഞ്ഞു, എല്ലാവരും ഗുരുവിനെ വിട്ടു പോയപ്പോഴും അങ്ങയെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾക്ക് എങ്ങനെ മുൻപോട്ട് പോയി ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും? ആ ശീമോൻ യേശുവിനെ വിട്ടുപോയി ഒറ്റയ്ക്ക് ജീവിക്കുവാൻ. പിന്നത്തേതിൽ താൻ പറഞ്ഞു, ഞാനും മീൻ പിടിക്കാൻ പോകുന്നു. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു പിന്മാറ്റക്കാരൻ ആ കൂട്ടത്തിലെ മറ്റേ 7 പേരെയും കൂടെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടെത്തിച്ചു. പ്രിയമുള്ളവരെ, യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ജഡത്തിന്റെ ഒരു സ്വാഭാവികമായ കഴിവിലുള്ള ഏറ്റുപറച്ചിലൊന്നും അല്ല വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അത് കേവലം സഭയുടെയോ സംഘടനയുടെയോ ചിട്ടവട്ടങ്ങളോ ചട്ടങ്ങളോ അതിന്റെ എന്തെങ്കിലും നയങ്ങളോ അല്ല. അത് സ്നേഹത്തിൽ കൂടിയാണ്, അത് ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ കൂടിയാണ്, അത് ആത്മാവിലാണ്, അത് സംഭവിക്കുന്ന ജനനത്തിൽ കൂടിയാണ്. ഈ എപ്പിസോഡ് ആവർത്തിച്ച് വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുമ്പോൾ സത്യം അറിയാനാണ്. ആ സത്യം മാത്രമേ നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കത്തുള്ളൂ. സ്വാതന്ത്ര്യമില്ലാത്ത എല്ലാ മേഖലയിലും അടിമത്തമുണ്ട്. എല്ലാ അടിമത്തത്തിനുള്ളിൽ ഇരുട്ട് വ്യാപരിക്കും. അതിൻ്റെ അർത്ഥം അവിടെ വാഴുന്നത് ദാസത്വമാണ്, സ്ലേവറിയാണ്. ഗലാത്യ ലേഖനം 5:1 നാം ഇങ്ങനെ വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. നമുക്കുള്ള വലിയൊരു കർത്തവ്യമാണ് അതിൽ നിലനിൽക്കണം കേട്ടോ. അടുത്ത വാക്യം, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. നുഖം, അടിമനുഖം, അടിമത്തം, ദാസത്വം. ചിലപ്പോൾ ഇത് നമ്മുടെ ഒരു മനോഭാവമാകാം. ആരെങ്കിലും നിങ്ങളുടെ മേൽ കർത്തൃത്വമോ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ യജമാനനായിട്ട് ഇന്നും തുടരുന്നെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ അവിടെ ഒരു ദാസനായിരിക്കും, ദാസിയായിരിക്കും. ഒരിക്കലും അതിനകത്ത് നിങ്ങൾക്ക് അവകാശമില്ല, അധികാരമില്ല, വാഗ്ദത്തങ്ങളില്ല. അതുകൊണ്ട് സംഘടനകൾ ആവശ്യമാണ്, നേതൃത്വങ്ങൾ ആവശ്യമാണ്. നമ്മളെ നയിക്കുന്ന
ലീഡർഷിപ്പ് ആവശ്യമാണ്. എന്റെ മേളിൽ ആരും വേണ്ട, എനിക്ക് ആരോടും ബന്ധമില്ല, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ആ സ്വാതന്ത്ര്യമല്ല ഇവിടെ പറയുന്നത്. പൗലോസ് വളരെ വ്യക്തമാക്കിയാണ്, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി എല്ലാവിധമായ മരണഭയത്തിൽ നിന്നും, നിരാശബോധങ്ങളിൽ നിന്നും, മാനസികമായ തകർച്ചയുടെ മണ്ഡലങ്ങളിൽ നിന്നും, നിങ്ങളുടെ ആന്തരിക മുറിവുകൾ സൗഖ്യമാക്കിക്കൊണ്ട്, ബദ്ധന്മാരെ വിടുവിച്ചുകൊണ്ട്, പീഡിതന്മാരെ സ്വതന്ത്രമായി വിട്ടയച്ചുകൊണ്ട്, തടവുകാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട്, രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട്, കർത്താവ് ഒരു തുറക്കപ്പെട്ട സ്വർഗം, ലോകത്തിന് മുമ്പിൽ ദൈവരാജ്യത്തെ, ചങ്ങലകളില്ലാത്ത, അടിമത്തങ്ങളില്ലാത്ത, നുഖങ്ങളില്ലാത്ത ഒരു ദൈവരാജ്യത്തെയാണ് കർത്താവ് വിളംബരം ചെയ്ത് പിന്നെയും നിങ്ങളെ അടിമതത്വത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്ന കേവലം നിയമാവലികളാൽ ചുറ്റപ്പെട്ട ഒരു സമ്പ്രദായം അല്ല ക്രിസ്ത്യാനിത്വം. അത് സ്നേഹത്തിന് മാർഗമാണ്. ആ സ്നേഹം നൽകുകയാണ്, കൊടുക്കുകയാണ്, പകരുകയാണ്, പങ്കുവെക്കുകയാണ്. എന്താണ് പത്രോസിന് സംഭവിച്ചത്? പത്രോസും ക്രിസ്തുവിനെ സഹായിക്കാം, യേശുവിന് കൂടെ നിൽക്കും, അവസാന ശ്വാസം വരെ കൂടെ കാണും. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും കർത്താവേ അങ്ങേക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയും, ആരൊക്കെ വിട്ടുപോയാലും ഞാൻ പോകുകയില്ല, മറ്റാരെയും കർത്താവ് അങ്ങ് വിശ്വസിച്ചില്ലെങ്കിലും അങ്ങയുടെ കൂടെ അവസാന നിമിഷം വരെയും കാണുന്ന ഞാനായിരിക്കും, ഞാൻ ഒരിക്കലും അങ്ങേ തള്ളി പറയത്തില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മളോട് ആരെങ്കിലും ഒരു ഓഫർ നൽകിയാൽ നമ്മുടെ കൂടെ നിൽക്കാമെന്ന്, അവസാന നിമിഷം വരെ നമ്മുടെ കൂടെ കാണുമെന്ന്, ഒരിക്കലും ഒറ്റിക്കൊടുക്കയില്ലെന്ന്, തള്ളി പറയില്ലെന്ന് വാക്ക് പറഞ്ഞാൽ ആ വ്യക്തിയെ ഒന്ന് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവരും വിട്ടുപോകുന്നതിന് മുമ്പേ ഈ പത്രോസ് വിട്ടുപോയി. അതിന് വലിയൊരു തെളിവാണ് ഉയർത്തെഴുന്നേറ്റ യേശു. മഗ്ദലക്കാരത്തി മറിയോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റ വിവരം എന്റെ ശിഷ്യന്മാരോടും ആ പത്രോസിനോടും പറയാൻ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഈ ശിമോൻ പത്രോസ് ഇല്ലേ? ഈ ശിഷ്യൻ ഈ അപ്പോസ്തലന്മാരെ ഏറ്റവും പ്രധാനിയല്ലേ? ഒന്നാമത്തെ ശിഷ്യനായി കർത്താവ് പരിഗണിച്ചത് ഈ പത്രോസിനെ അല്ലേ? പക്ഷെ ശിഷ്യന്മാരുടെ പേര് പറഞ്ഞപ്പോൾ പത്രോസിന് നാമം വേറിട്ട് പറഞ്ഞു. കാരണം ഏറ്റവും കൂടുതൽ ഓഫർ അല്ലെങ്കിൽ തീരുമാനങ്ങൾ പ്രകടിപ്പിച്ച വ്യക്തിയാണ് ശീമോൻ പത്രോസ്. പത്രോസിന് ഒത്തിരി സാഹചര്യങ്ങൾ കർത്താവിനെ തള്ളിക്കളയുവാൻ അനുകൂലമായിട്ട് വന്നു. ഈ പിന്മാറ്റം ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല. നമുക്കതിലേക്ക് ഒത്തിരി കാര്യങ്ങൾ നാളെ ചിന്തിക്കുവാനുണ്ട്. തെറ്റായിട്ടുള്ള ജഡത്തിലെ തീരുമാനങ്ങൾ, നമ്മുടെ മാനുഷ്യ മണ്ഡലത്തിലെ പല കാഴ്ചപ്പാടുകൾ, തെറ്റായിട്ടുള്ള ചില ധാരണകൾ, അല്ലെങ്കിൽ ആത്മീയമെന്ന് തോന്നാവുന്ന ചില സാങ്കല്പികമായ അവസ്ഥകൾ, ഇതൊക്കെയാണ് പതുക്കെ നിങ്ങളുടെ വിശുദ്ധിയിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നത്. അതിനു പകരം ഭാഗ്യമായിട്ടുള്ള എന്തെങ്കിലും വേഷവിധാനമോ അടയാളങ്ങളോ ഇനിയും അതിന്റെ തീരുമാനങ്ങളോ ഒന്നും, വിശുദ്ധിയുടെയൊക്കെ ചില ഭാഗ്യരൂപങ്ങൾ കാണും. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ആത്മാവിലുള്ള, ദേഹിയിലുള്ള വലിയ മാറ്റങ്ങൾക്ക് പുറമേയുള്ള ഈ പ്രവൃത്തികൾ കൊണ്ട്, അല്ലെങ്കിൽ അത് സൽപ്രവൃത്തിയാകട്ടെ, നിങ്ങളുടെ മെറിറ്റ് യോഗ്യതയാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് എല്ലാ ഭാഗ്യമായിട്ടുള്ള ആവരണങ്ങൾ, മുദ്രകൾ എന്തുമാകട്ടെ, അതുകൊണ്ടൊന്നും വിശുദ്ധിയിൽ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. പിന്നെ എങ്ങനെ കഴിയും? നിങ്ങൾ ക്രിസ്തുവിനെ അനുവദിച്ചു കൊടുക്കാത്ത കാലത്തോളം അത് കഴിയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും കർത്താവിനെ അനുവദിക്കുക. നിങ്ങളുടെ പ്രയോറിറ്റീസ്, നിങ്ങൾക്ക് പ്രാധാന്യമുള്ള എല്ലാ മേഖലകൾ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവങ്ങൾ, സങ്കല്പങ്ങൾ, ഇമാജിനേഷൻ, ഫീലിങ്സ്, അനുഭൂതികൾ, കൺസെപ്റ്റ്, ആശയങ്ങൾ, ഐഡിയാസ്, തത്വങ്ങൾ, അങ്ങനെ നിങ്ങളുടെ ദേഹി സ്വാധീനപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലയിലും പ്രിയമുള്ളവരെ, അവിടെ ആത്മാവിൽ യേശുവിന്റെ സാന്നിധ്യത്തെ നിങ്ങൾ കൊതിക്കുന്നുവെങ്കിൽ അവിടെ എല്ലാം കർത്താവിന് ഇടപെടുവാൻ കഴിയും. അവിടെയാണ് വിശുദ്ധിയുടെ സൗന്ദര്യം, വിശുദ്ധീകരണത്തിന്റെ പൂർണ്ണത. അതുകൊണ്ടാണ് പത്രോസ് ലേഖനം എഴുതിയപ്പോൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. വാക്യം ഇങ്ങനെയാണ്, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. കാരണം ഹൃദയത്തിൽ നിന്നാണ് എല്ലാ ചിന്തകള്, മോഹങ്ങള് എല്ലാം പുറത്തു വരുന്നത്. അവിടെ ക്രിസ്തു വാഴണം. ക്രിസ്തു മാത്രമേ അവിടെ വാഴാവൂ. ക്രിസ്തു സിംഹാസനായി അവിടെ വസിക്കണം. അപ്പോൾ നിങ്ങളിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറത്തു വരും. നിങ്ങളുടെ ആത്മജീവനം ഫലകരമായി തീരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.